ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാലു ഹെർബൽസിൻ്റെ കുങ്കുമാതി ഫേസ് ഗ്ലോയിങ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വരുത്തുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കാം. അപ്പോൾ ആ ചെറിയ തെറ്റുകൾ എന്താ എന്നാണ് ഇന്നത്തെ വീഡിയോ. അതായത് നിങ്ങളിപ്പോൾ നല്ലൊരു ഫേസ് ഗ്ലോയിങ് ഓയിൽ, അതായത് ഈ ബാലു ഹെർബൽസിനല്ല ഏത് ഫേസ് ഗ്ലോയിങ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴും ആ ബോട്ടിലിൻ്റെ ടിപ്പ് നിങ്ങളുടെ കൈവെള്ളയിലേക്ക് മുട്ടിച്ചിട്ട് ബോട്ടിലിൽ നിന്ന് ഡ്രോപ്സ് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ബോട്ടിൽ അങ്ങനെ തന്നെ കൈവെള്ളയിൽ മുട്ടിച്ചിട്ടാണ് ഓയിൽ എടുക്കുന്നത്. അങ്ങനെ എടുക്കാതിരിക്കുക. ഓയിൽ കുറച്ച് നീക്കി വെച്ചിട്ട് വേണം കൈവെള്ളയിലേക്ക് 5 ഡ്രോപ്സ് ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ബാലു ഹെർബൽസിൻ്റെ കുങ്കുമാതി ഓയിൽ 2-3 ഡ്രോപ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അവരത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 ഡ്രോപ്സിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് സോപ്പോ അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള പയറുപൊടി അതുപോലെ തന്നെ കടലപ്പൊടി അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയുർവേദിക്കിൻ്റെ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ഫേസ് ക്രീംസ്, ഒരുപാട് ഫേസ് ഗ്ലോയിങ് ഓയിൽസ് ഒന്നും ഈ ഒരു ബാലു ഹെർബൽസിൻ്റെ കുങ്കുമാതി ഫേസ് ഗ്ലോയിങ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരുപാട് ക്രീംസും ഓയിൽസും ഒന്നും മുഖത്ത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫേസിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ബാലു ഹെർബൽസിൻ്റെ കുങ്കുമാതി ഫേസ് ഗ്ലോയിങ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ് മസ്റ്റായിട്ട് മസാജ് ചെയ്യുക. ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അബ്സോർബ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മസാജിങ് നിർത്തുക. അപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നിർത്തിയാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നന്നായിട്ട് അത് ഫേസിലേക്കും കഴുത്തിലേക്കും നന്നായിട്ട് അബ്സോർബ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മസാജിങ് നിർത്തിയിട്ട് അതിനുശേഷം കിടന്നുറങ്ങാവുന്നതാണ്. പിന്നെ മുഖം കഴുകി കഴുത്തൊക്കെ കഴുകിയതിന് ശേഷം നന്നായിട്ട് മുഖം ഉണങ്ങിയിട്ട് മാത്രമേ ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഓയിൽ ഫേസിൽ പിടിക്കില്ല, റിസൾട്ടും കിട്ടില്ല. പിന്നെന്ന് പറയുന്നത്, നിങ്ങൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ 1 അവർ മാത്രം ഫേസിൽ ഈ കുങ്കുമാതി ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതല്ല ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, നോർമൽ സ്കിൻ ടോൺ ആണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് ഈ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം. ആ ഓയിലി സ്കിന്നുള്ളവർ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. പിന്നെന്ന് പറയണത്, ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫേസ് ഗ്ലോയിങ് ഓയിൽ എന്തൊക്കെ യൂസ് ചെയ്താലും നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങൾ ഈ തെറ്റുകൾ വരുത്തുന്നുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ തിരുത്തിയതിന് ശേഷം നിങ്ങൾ ഈ ഓയിൽ യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.